ഹലോ എവരി വൺ. ഇത്തവണ നമ്മളൊരു മൂവി കോയമ്പത്തൂർ ബ്രൂക്ക്ഫീൽഡ്സ് മാളിൽ വെച്ച് കാണുകയാണ്. അജയൻ്റെ രണ്ടാം മോഷണം എന്ന സിനിമ, ഇതിനകത്ത് ടൊവിനോ 3 ക്യാരക്ടേഴ്സായിട്ട് എത്തുന്നുണ്ട്. ഒന്നാമത്തേത് കുഞ്ചിക്കേളു, പിന്നെ മണിയൻ, പിന്നെ ലാസ്റ്റ് വൺ അജയൻ. ഇവരെല്ലാവരും ബേസിക്കലി ഡിസൈനേഴ്സ് ആണ്. ഇപ്പോൾ ലാസ്റ്റ് അജയൻ്റെ സ്റ്റോറിയിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. ഇപ്പോൾ ലാസ്റ്റ് പറയുന്ന ക്യാരക്ടർ എങ്ങനെയാണ് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നത് എന്നതിനെ ബേസ് ചെയ്താണ് ഈ സ്റ്റോറി അവസാനം മുമ്പോട്ട് പോകുന്നത്. ഇവിടെ ഈ സ്റ്റോറി ബേസ് ചെയ്തിട്ടുള്ളത് ഒരു സീക്രട്ട് ലാബിനെ ചുറ്റിപ്പറ്റിയാണ്. അപ്പോൾ ഈ പറയുന്ന ഫസ്റ്റ് ക്യാരക്ടർ കുഞ്ഞിക്കേളുവാണ് ഇതിങ്ങോട്ട് കൊണ്ടുവരുന്നത്. പക്ഷേ സെക്കൻഡ് ക്യാരക്ടർ മണിയനാണത് അവിടെ നിന്ന് മോഷ്ടിക്കുന്നതും ഇപ്പോൾ അതുകൊണ്ട് അനുഭവിക്കേണ്ടി വരുന്നത് ഈ തേർഡ് ക്യാരക്ടർ അജയൻ. ഇത് മൂന്നുമാണ് ടൊവിനോ ചെയ്യുന്ന ക്യാരക്ടേഴ്സ്. അതിനകത്ത് സെക്കൻഡ് വൺ മണിയൻ തന്നെയാണ് കൂടുതൽ ഇമ്പ്രസീവായിട്ട് നമുക്ക് തോന്നുന്നത്. പക്ഷേ കൂടുതൽ സ്ക്രീൻ ടൈം കിട്ടുന്നത് ഇപ്പോൾ ലാസ്റ്റ് ക്യാരക്ടർ അജയൻ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ബേസ് ചെയ്തിട്ടൊരു ലവ് സ്റ്റോറി ഉണ്ട്. അതോടൊപ്പം തന്നെ കുറേ കാര്യങ്ങൾ ഈ അജയൻ്റെ സ്റ്റോറി തന്നെയാണ് മുമ്പോട്ട് പോകുന്നത്. ഇപ്പോഴത്തെ ലാസ്റ്റ് സ്റ്റോറി ഇതിപ്പോൾ ഒരു ഫോക്ക് ടെയിൽ അല്ലെങ്കിൽ ഒരു ഫാൻറ്റസി ടെയിലായിട്ട് മുമ്പോട്ട് പോകുകയാണെങ്കിൽ പോലും ഇതിൽ കൂടുതൽ ഫോക്കസ് ആ സ്റ്റോറിയിലല്ല, കൂടുതലും അതിൻ്റെ വിഷ്വൽസ് വളരെ നല്ലതാണ് അതിലാണ്, അല്ലെങ്കിൽ ഇതിൻ്റെ ഈ ആക്ഷൻ സീക്വൻസിലാണ്. അതൊക്കെ വളരെ നന്നായിട്ട് എടുത്തിട്ടുണ്ട് താനും. പിന്നെ ഈ പറയുന്ന 3D തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്, 2D ഓപ്ഷൻ ഉണ്ടെങ്കിൽ പോലും. അതുകൊണ്ട് തന്നെ നമുക്കിത് നല്ലൊരു വിഷ്വലി ഇൻട്രസ്റ്റിംഗ് ആണ്, വിഷ്വലി എൻചാൻറ്റിങ് ആയിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് മൂവി തന്നെയാണിത്. അതുപോലെ തന്നെ ചില അഡ്വഞ്ചർ ഗെയിംസിലും മൂവീസിലും കാണുന്ന പോലെ ഇപ്പോൾ ചില ട്രാപ്സൊക്കെ പ്രൊട്ടഗോണിസ്റ്റിനെ ഓവർകം ചെയ്യുക, പ്രതിത്വ ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു ടാസ്ക് ഒരു ഹേസ്റ്റ് പുൾ ചെയ്യുക എന്നുള്ള രീതിയിലുള്ള ആ ടൈപ്പായിട്ടുള്ള ഒരു കുറച്ച് സീക്വൻസും കൂടെ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഇപ്പം നമ്മൾ ഈ ഗെയിംസ് നോക്കുകയാണെങ്കിൽ ടൂം റൈഡർ അല്ലെങ്കിൽ പ്രിൻസ് ഓഫ് പേർഷ്യ പോലത്തെ അതിനകത്ത് കണ്ടിട്ടുള്ള ടൈപ്പ് ഓഫ് സീക്വൻസസ് കുറച്ച് അഡ്വഞ്ചറസ് ആയിട്ട് കുറച്ച് ട്രാപ്സൊക്കെ ഓവർകം ചെയ്യേണ്ടി വരും. അതൊക്കെ ഇവിടെ കാണാൻ പറ്റും. പിന്നെ സ്റ്റോറി എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് കോസാലിറ്റി പാറ്റേൺ ഫോളോ ചെയ്യുന്നില്ല. ഇത് കുറേയൊക്കെ ഒരു നോൺ ലീനിയർ ആയിട്ടുള്ള ഒരു നറേറ്റീവ് തന്നെയാണ്. നമ്മൾ കൂടുതലും ഈ ലാസ്റ്റ് അജയൻ്റെ സ്റ്റോറിയിൽ ഫോക്കസ് ചെയ്യുമെങ്കിൽ പോലും എപ്പോഴും ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും അതിന് നറേറ്റീവ് മാറ്റുന്നുണ്ട്. ഇത് ബേസിക്കലി ലീനിയറായിട്ട് പോകുന്നില്ല ഈ പറയുന്ന സ്റ്റോറി. ഈ സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഒരു ബെഡ് ടൈം ടെയിലായിട്ടാണ്. അതോടൊപ്പം തന്നെ ഇതിനകത്ത് എപ്പോഴും നമുക്കൊരു പ്രസൻസ് ഓഫ് മാജിക് ഉണ്ടെന്ന് തോന്നും. അതുകൊണ്ട് തന്നെ നമുക്കിതൊരു ഫാൻറ്റസി കാറ്റഗറി പെടുന്ന മൂവിയായിട്ട് എടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ആ രീതി എടുക്കുമ്പോൾ ഇത് വളരെ എഫക്റ്റീവാണ് കാരണം. പിന്നെ പെർഫോമൻസസ് ആണെങ്കിലും ടൊവിനോ തന്നെ 3 റോളിൽ ഫ്രണ്ടിൽ നിന്ന് ലീഡ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ മൂവിക്ക് വളരെയധികം നമുക്ക് നോക്കുമ്പോൾ ഒരു എഫക്റ്റീവ്നെസ് കിട്ടുന്നുണ്ട്. ഇതിനകത്ത് 3 ഫീമെയിൽ ലീഡ്സ് ഉണ്ട്. ഒന്ന് കൃതി ഷെട്ടി, പിന്നെ ഐശ്വര്യ രാജേഷ്, പിന്നെ സുരഭിലക്ഷ്മി. പക്ഷെ നമുക്ക് നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റും ഐശ്വര്യ രാജേഷിന് അത്ര വലിയ റോളൊന്നും അത് വരുന്നില്ല. പിന്നെ സുരഭിലക്ഷ്മിക്കാണെങ്കിൽ പോലും ഇപ്പോൾ 2 ടൈം പീരീഡ് വരുന്നുണ്ടെങ്കിലും 2 രീതിയിലാണ്. പിന്നെ കൃതി ഷെട്ടിക്കാണ് ബേസിക്കലി നമുക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ യൂഷ്വൽ ഡെഫിനേഷൻ ഓഫ് എ ഫീമെയിൽ ലീഡ് ഫിറ്റ് ആവുന്നത്. പക്ഷേ ഇതൊന്നും നമുക്ക് സ്റ്റോറിക്കകത്ത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നില്ല. നമ്മൾ ഇപ്പോഴും ഫോക്കസ്ഡ് ആയിട്ടുള്ളത് ഓൾ ദ ടൈം ആസ് ഇൻ ദ സീക്രട്ട് ലാബ്. പിന്നെ ബേസിൽ ജോസഫ്, ജഗദീഷ്, അജു വർഗീസ്, ഹരീഷ് ഉത്തമൻ തുടങ്ങി കുറേ നല്ലൊരു കാസ്റ്റ് ഇതിനകത്തുണ്ട്. ഇപ്പോൾ സുധീഷ് ആണെങ്കിലും ബിജുക്കുട്ടനാണെങ്കിലും നല്ലൊരു കാസ്റ്റിനകത്തുണ്ട്. അപ്പോൾ അവരെയൊക്കെ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാനും ഈ മൂവിക്ക് പറ്റിയിട്ടുണ്ട്. ഈ മൂവി എല്ലാവർക്കും ഒരേപോലെ എഫക്റ്റീവ് ആവണമെന്നില്ല. പക്ഷേ അതിൻ്റെ കാറ്റഗറി ബേസ് നമ്മൾ നോക്കുവാണെങ്കിൽ ഇത് വളരെയധികം ഇമ്പ്രസീവാണ്. കാരണം നമുക്കിപ്പോൾ മലയാളത്തിൽ ഇങ്ങനത്തെ മൂവി ഉണ്ടാക്കുന്നത് യൂഷ്വലല്ല. ഇപ്പോൾ മിന്നൽ മുരളി ആണെങ്കിലും നമുക്ക് വല്ലപ്പോഴും കാണാൻ പറ്റുന്ന ഒരു കൈൻഡ് ഓഫ് എ മൂവിയാണ്. നമ്മളങ്ങനെ നോക്കുവാണെങ്കിൽ ഈ മൂവി വളരെ പ്രോഗ്രസീവാണ്, വളരെ മുമ്പോട്ടാണ് എല്ലാ രീതിയിലും. ഓണത്തിന് നമുക്ക് പ്രിഫർ ചെയ്യാൻ പറ്റുന്ന കൈൻഡ് ഓഫ് മൂവിയും കൂടിയാണിത്. കാരണം ഇതിനൊരു ഫോക്ക് ടെയിൽ ബേസ്ഡ് ഉണ്ട്, മാത്രമല്ല ഒരു ഫാൻറ്റസി ബേസ്ഡും ഉണ്ട്. അപ്പോൾ അതൊരു നല്ല ചോയ്സ് ആയിരിക്കും ഫോർ ദ ഫെസ്റ്റിവൽ സീസൺ.
ഓക്കെ, താങ്ക് യു.